ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു നോർവീജിയൻ ജേർണലിസ്റ്റിന് മാത്രമേ പറ്റൂ. ഇന്ത്യയിലെ പത്രപ്രവർത്തകർക്ക് പറ്റും. നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ സൃഷ്ടിച്ചത് കേവലം കമ്മ്യൂണലിസമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ആവിർഭാവത്തിന് അടിത്തറമിടുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ശക്തികളാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അഭിമുഖമുണ്ട്, എനിക്കൊന്ന് ന്യൂയോർക്ക് ടൈംസിന് പറ്റി കൊടുത്തിരുന്നത്. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരൊക്കെ അല്ലെങ്കിൽ ദിഷണാപരമായ പ്രതലങ്ങളിൽ വിഹരിക്കുന്ന ആൾക്കാർ വായിക്കേണ്ട ഒരു അഭിമുഖമാണ്. ഹിറ്റ്ലറിന്റെ ഉദയത്തിന്റെ സമയത്താണ് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് പലായനം ചെയ്യുന്നത്, രക്ഷപ്പെട്ടു പോവുകയും അദ്ദേഹം പിന്നീട് സുരക്ഷിതമായിട്ടുള്ള തുരുത്തുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ജർമ്മനിയെ വീക്ഷിച്ച ശേഷം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഹിറ്റ്ലറിന് വേണ്ടി വോട്ട് ചെയ്തവർ ഹിറ്റ്ലർ ഒരു വിപത്താകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വോട്ട് ചെയ്തത്, ഹിറ്റ്ലറിനെ അറിയാത്തതുകൊണ്ടല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവർ ഒരു രസത്തിന് വേണ്ടി വോട്ട് ചെയ്തു. ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്ത പല ആൾക്കാരും ഹിറ്റ്ലറിന് വോട്ട് ചെയ്ത രൂപത്തിൽ തന്നെ ഒരു വിപത്താകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രസത്തിന് വോട്ട് ചെയ്തവരുണ്ട്. ഞാനങ്ങനെ കാണാറുണ്ട് പലരെ. അദ്ദേഹം പിന്നീട് ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, നാസി ജർമ്മനിയിൽ വീശിയടിച്ച ഒരു സൈക്കിക് ഡിസ്റ്റംബറിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ മനോരോഗം എന്ന് പറയും. ഒരു മനോരോഗമാണ്. ഞാൻ ഇന്ന് ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ ചിന്തിക്കുമ്പോൾ ഇതേ മനോരോഗമല്ലേ നമ്മളെ ബാധിച്ചിരിക്കുന്നത്? എന്തെങ്കിലും വ്യത്യാസമാണ്? അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, അന്ന് ജർമ്മനിയിലെ വിദ്യാർത്ഥി സമൂഹവും അക്കാഡമിക് സമൂഹവും എഴുത്തുകാരും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഹിറ്റ്ലർ എന്നുള്ള വിപത്തിനെ നേരിടാൻ കഴിയുമായിരുന്നു. അവർ ഒന്നൊന്നായി, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒന്നൊന്നായി അതിലേക്ക് കൂപ്പുകുത്തിപ്പോയി. നോക്കുക, 140 മാധ്യമ സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ ഇന്ത്യയെങ്കിൽ 12 വർഷം കൊണ്ട് 17 പടി താഴേക്ക് പോയി 157 എത്തി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു നോർവീജിയൻ ജേർണലിസ്റ്റിന് മാത്രമേ പറ്റൂ. ഇന്ത്യയിലെ പത്രപ്രവർത്തകർക്ക് പറ്റില്ല. നോക്കി എവിടേക്ക് എത്തി. മദർ ഓഫ് ഡെമോക്രസി എന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ ഒരു ഡെമോക്രസി സാർത്ഥകമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂടെന്ന് പറയുന്നത് റീസണബിൾ, രംഗത്തൊക്കെ ഇവിടെയുണ്ട്, പത്രപ്രവർത്തനം ഇവിടെ ഉണ്ടല്ലോ, റീസണബിൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മീഡിയ വേണം. പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഏറെക്കുറെ സ്വാതന്ത്ര്യമുള്ള ഒരു മാധ്യമ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഒരു ജനാധിപത്യത്തെ വിളിക്കാൻ പറ്റൂ. 12 വർഷക്കാലമായിട്ട് ഒരു പത്രസമ്മേളനവും നടത്താത്ത ഒരു ഭരണാധികാരി ഞങ്ങളാണ് ജനാധിപത്യത്തിന്റെ അമ്മ എന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഉദ്ഘോഷിക്കുമ്പോൾ അതിന്റെ അത്രയും അപഹാസ്യമായിട്ടുള്ള എന്ത് പ്രതികരണമാണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ പ്രധാനമന്ത്രിയും നടത്തിയ പത്രസമ്മേളനങ്ങളുടെ കണക്കുകൾ വരുന്നുണ്ട്. നരേന്ദ്രമോദി മൗൻമോഹൻ സിംഗ് എന്നാണ് ആരെയെ ആക്ഷേപിച്ചത്? മൻമോഹൻ സിംഗ്. മോഹൻ സിംഗ്, മൗനമുള്ള മോഹൻ സിംഗ്. ആ മൗനിയായ പ്രധാനമന്ത്രി 140 പത്രസമ്മേളനം, സമ്പൂർണ്ണ പത്രസമ്മേളനം നടത്തി. ഞാൻ ഈ സമ്പൂർണ്ണ പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഒരുപാട് പത്രസമ്മേളനം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാത്ത കൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2-3 തവണ വിദേശത്ത് പോയിട്ടുണ്ട്. സാധാരണ ഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് സ്വദേശത്ത് യാത്ര ചെയ്യുമ്പോഴും വിദേശത്ത് യാത്ര ചെയ്യുമ്പോഴും അവരുടെ വിമാനത്തിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകരെ കൊണ്ടു. അദ്ദേഹത്തിന് കൂടെ പല രാജ്യങ്ങളിലും പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായ ആളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ടർമക്കിൽ വെച്ച്, അതായത് എയർപോർട്ടിൽ വെച്ച്, ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് ഇന്ത്യയിലെ പത്രപ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഒന്ന് രാവണലി ഒന്ന് എണ്ണിക്കോളും കേട്ടാ, കെ പി രാവണി ഒന്ന് എണ്ണിക്കോളും. ഒന്ന് അവിടെ വിമാനത്തിൽ കയറി അങ്ങോട്ടുള്ള പോക്കിൽ ആ വിമാനത്തിലെ മാധ്യമ സംഘവുമായി അദ്ദേഹം രണ്ടാമത് സംവദിക്കും. അപ്പൊ രണ്ടായി. ഏത് രാജ്യത്തേക്കാണോ അദ്ദേഹം പോകുന്നത് ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ
ആ രാജ്യത്തിന്റെ തലവനുമായി ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം. ഇപ്പം 3 ആ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ 2 രാഷ്ട്രത്തലവന്മാരും അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ദി ഗവൺമെന്റ് ഇരു സംഘങ്ങളുടെയും ചോദ്യങ്ങൾക്ക് പ്രതികരിക്കും. 3 തിരിച്ച് മടങ്ങുന്ന വഴിയിൽ വീണ്ടും പ്രധാനമന്ത്രി വിമാനത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആ സംഘം 25-30 ഉള്ള മാധ്യമ സംഘത്തിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കും. അപ്പൊ എത്രയായി? 1, 2, 3, 4. തിരിച്ച് ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ ഡൽഹി എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയിൽ അവിടെയുള്ള ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ട് അവരുടെ ചോദ്യങ്ങളോടും പ്രതികരിക്കും. 5 തവണ. നോക്ക്, 5 ഇന്ററാക്ഷൻസ് ഒരു പ്രധാനമന്ത്രി. ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യം സാർത്ഥമാകുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങളിലൂടെയാണ്. ഒരു പ്രധാനമന്ത്രി വിദേശത്ത് പോയി എന്തിനു വേണ്ടിയാണെന്നും അവിടെ അദ്ദേഹം ഒപ്പുവെച്ച ഓരോ കരാറിന്റെയും വിശദാംശങ്ങളും ഈ 5 സംവാദങ്ങളിലൂടെ ഇതൾ വിരിയുകയാണ്. ഇന്ന് ഈ 5 ഘട്ട പത്രസമ്മേളനങ്ങൾ പോയിട്ട് ഒരു വിനിമയം പോലും ഇന്ന് ഇന്ത്യയിലില്ല. നോക്കൂ എങ്ങനെ. അതുകൊണ്ടാണല്ലോ നോർവീജിയൻ ആ പെൺകുട്ടി ചോദിച്ചത്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതെ പോയല്ലോ. എങ്ങനെയാണ് സ്ഥാപനങ്ങൾ തകരുന്നത്? എങ്ങനെയാണ് ഒരു ജനാധിപത്യ സംവിധാനം? ഇപ്പൊ നവഭാസിസ് എന്നുള്ളത് കേട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഒരു ക്ലാസിക്കൽ ഫാഷിസത്തിന്റെ അപ്പുറത്ത് ഇതുപോലുള്ള ന്യൂവൻസസിലൂടെയാണ്, അതല്ലെങ്കിൽ ഇതുപോലുള്ള കുറുക്ക് വിദ്യകളിലൂടെയാണ് നവഫാസിസം കടവരുന്നത്. അതിന്റെ ഗ്ലോബൽ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞു, കോർപ്പറേറ്റ് മൂലധനത്തിന്റെ കാര്യം പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ സൃഷ്ടിച്ചത് കേവലം കമ്മ്യൂണലിസമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹത്തിന്റെ ഉദയം നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ആവിർഭാവത്തിന് അടിത്തറമിടുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ശക്തികളാണ്. കലാപത്തിന് ശേഷം അദ്ദേഹം തിരസ്കൃതനായി എന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ തെറ്റിദ്ധരിച്ച സമയത്ത് ടാറ്റയും ബിർളയും ഗോയങ്കിയും ചേർന്ന് വൈബ്രന്റ് ഗുജറാത്ത് എന്നുള്ളൊരു സമ്മിറ്റ് ഉണ്ടാക്കുകയാണ്. നോക്കുക, ആ വൈബ്രന്റ് സമ്മിറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അണിചേരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും കർമ്മോത്സുകനായ വികസന നായകനായി നരേന്ദ്രമോദി വൈബ്രന്റ് സമ്മിറ്റിലൂടെ ഉരുത്തിരിക്കുകയാണ്. നോക്കുക എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലപരമായിട്ടുള്ള വർഗീയ കലാപങ്ങൾക്കപ്പുറത്ത് കോർപ്പറേറ്റുകളുടെ ഒരു സന്നിവേശത്തിലൂടെ ഒരു ഡെസ്പോട്ട്, ഒരു ഫാസിസ്റ്റ് ഉദിച്ചു വരുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിഷ്ക്രിയത്വമാണ്. ഇപ്പം ഇവിടെ കോൺഗ്രസിന്റെ ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം KT ഗാസയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മളിവിടെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാസയിൽ യുദ്ധമില്ലാതാകും. നോക്കുക, എവിടെ അനീതിയുണ്ടോ അവിടെ നമ്മുടെ ശബ്ദം ഉയരണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ താഴ്വഴികളിലുള്ള ഒരു വ്യക്തി, ഇന്ന് MLA ആയ ഒരു വ്യക്തിയാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. എത്രത്തോളം നമ്മളെ പൊതുപ്രവർത്തനത്തിന്റെ പന്താവുകളിൽ വന്നിരിക്കുന്ന ശോഷണത്തിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. പ്രതികരണമില്ല. ഒരുപക്ഷെ നമ്മളെ പ്രതികരിപ്പിക്കാൻ വേണ്ടിയാണ് KT ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. എനിക്കിപ്പോഴും ഈ ടെഹ്റാനിലെ ഒരു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് അമേരിക്ക ബോംബ് വർഷിച്ച് 185 കുഞ്ഞുങ്ങളെ ഉരുക്കിയെടുത്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നിശബ്ദത പാലിച്ചു. പാർലമെന്റിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ട് ഇന്ത്യയുടെ ഈ മൗനത്തെക്കുറിച്ച് പരാതിപ്പെടാറുണ്ട്. പക്ഷേ വിശ്വപൗരനായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തിന്റെ MP ഒരു പത്രത്തിൽ എഴുതി, സൈലൻസ് ഈസ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. നിശബ്ദത എന്ന് പറയുന്നത് നയതന്ത്രത്തിന്റെ മറ്റൊരു രൂപമാണ്. നോക്കുക എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ 2 അംഗങ്ങൾ ഈ നിശബ്ദതയാണ് ഏറ്റവും മികച്ച നയന്ത്രജത എന്ന് പറയുന്നു. അതിനെ പ്രതിരോധിക്കാനോ അതിനെ ഖണ്ഡിക്കാനോ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിന് കഴിയാതെ പോകും. ഇന്ത്യ അകപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥ. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഈ ദൗത്യം അവസാനിപ്പിക്കാം.
ബാഗ്ദാദില് അൽ അമീറിയ ഷെൽട്ടർ എന്നൊരു ഷെൽട്ടറുണ്ട്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചൊരു ബങ്കറായിരുന്നു. അതായത് യുദ്ധസമയങ്ങളിൽ സിവിലിയൻസിന് സുരക്ഷിതമായിട്ട് പ്രവേശിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു സിവിലിയൻ ബങ്കർ. ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് സിവിലിയൻസ് മാത്രമാണ് ഉള്ളത് എന്നറിഞ്ഞിട്ട് പോലും അമേരിക്ക ഒരു ലേസർ ഗൈഡഡ്, അതായത് ഈ ബങ്കറിന്റെ കിളിവാതിലിലൂടെ ലേസർ ഗൈഡഡ് ബോംബ് വർഷിക്കുന്നു. ഈ അലാറം കേട്ട് 408 പേര് ആ ബങ്കറിൽ എത്തിയിരുന്നു. ഈ ബോംബിന്റെ സ്ഫോടനത്തിൽ 408 പേരും ഉരുകിപ്പോയി. തലേദിവസം വിവാഹിതരായിട്ടുള്ള ഒരു യുവതിയും യുവാവും അവരുടെ വിവാഹ വസ്ത്രം കൊണ്ട് അവരെ ബങ്കറിലേക്ക് പ്രവേശിച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിസ്ഫോടനം സംഭവിക്കുന്നത്. ആ ആലിംഗനത്തോടൊപ്പം തന്നെ അവർ ആ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നു. നോക്കുക, നമ്മുടെ രാജ്യത്തിൽ 185 കുഞ്ഞുങ്ങൾ ഉരുകി ഭിത്തിയിലേക്ക് ചേർന്നപ്പോൾ മൗനം ആചരിക്കാൻ തോന്നിയെങ്കിൽ ഈ ഫാഷിസത്തിന്റെ സ്വാധീനം എത്രത്തോളം നമ്മുടെ രാജ്യത്തെ കൂടി ബാധിച്ചു എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ഈ കെട്ടകാലഘട്ടത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ നുറുങ്ങുവട്ടങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. അത്തരത്തിലുള്ള നുറുങ്ങുവട്ടങ്ങൾ നൽകുന്ന പാന്താവിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഈ പ്രതിസന്ധി മുറിച്ചു കടക്കാൻ കഴിയുള്ളൂ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഈ ഒരു കാലഘട്ടത്തെ പ്രതിരോധിക്കാനും വേണ്ടി ഇതുപോലുള്ള ദിഷണാപരമായിട്ടുള്ള സംഭാവനകൾ എല്ലാ വ്യക്തികളുടെയും ഭാഗത്ത് നിന്ന് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് KT ആ വഴിയിൽ ഒരു അമൂല്യമായ സംഭാവന നൽകിയിരിക്കുന്നു എന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.